നമസ്തേ. ഇന്ന് ഓരോ മാതാപിതാക്കളുടെ ഉള്ളിലും ഭയത്തിൻ്റെ തീച്ചുള വരികയാണ്. തൻ്റെ മക്കളെങ്ങാനും ഏതെങ്കിലും മയക്കുമരുന്ന് പോലെയുള്ള ദുഷ്ടശക്തികളുടെ പിടിയിൽ അമർന്നു പോകുമോ എന്നുള്ള ഭയത്തിലാണ് എല്ലാവരും. എന്താണ് അതിൻ്റെ കാരണം എന്നറിയോ? നമ്മുടെ ഉള്ളിൽ സന്തോഷം എന്ന ഒരു വസ്തു, അല്ലെങ്കിൽ സന്തോഷം എന്നൊരു വികാരത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന് കിടന്നുകൊണ്ട് ഓടുന്നതും ഓരോ പ്രവൃത്തി ചെയ്യുന്നതും. അവൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സന്തോഷം തിരഞ്ഞു പോകുന്ന വഴിയിലാണ് പല നമ്മുടെ യുവാക്കളും റാപ്പിൻ്റെയും പോപ്പ് സംഗീതത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അനിർവചനീയമായ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. പണ്ട് ഇത്രയധികം ഇതിൻ്റെ വ്യാപനം ഉണ്ടാകാഞ്ഞ കാരണം നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് അവിടെ പോയി നിർമ്മാല്യം തൊഴുത് അവിടുത്തെ പ്രസാദം സ്വീകരിച്ച് അതിന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന വലിയൊരു ഊർജമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയും സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ നിർവൃതിയുമെല്ലാം ഈ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ തലമുറ പലരും ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക അവസരത്തിൽ മാത്രമുള്ള ഒന്നാക്കി മാറ്റി. കുടുംബത്തിലാണെങ്കിൽ നാമജപങ്ങളോ നിലവിളക്ക് കൊളുത്തലോ അങ്ങനെയൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് എഴുന്നേൽക്കുന്ന മാതാപിതാക്കൾ ഓടിപ്പിടച്ച് അവർ ഓഫീസിലേക്കുള്ള യാത്ര പോകുന്ന വഴിക്ക് മക്കളോട് വിളിച്ചു പറയും, സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ പറയും. അവർ പോകും, ഇവരുടെ വഴിക്കും അവരവരുടെ വഴിക്കും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടൊരു പൈതൃക സ്വഭാവവും ഒരു ജീവിത ശൈലിയുമുണ്ട്. ആ നഷ്ടമാണ് നമ്മളെ ഈ അധപ്പതനത്തിലേക്ക് നയിച്ചത്.